ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമുക്കൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗാണ്. ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഒന്നും വാങ്ങിയില്ലെങ്കിലും വെറുതെ ഇങ്ങനെ നിരന്ന് നടക്കാൻ വേണ്ടിയിട്ട്, അലഞ്ഞിരിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ്. പക്ഷേ ഇന്ന് നമ്മൾ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ബിക്കോസ് നമുക്ക് ഒരു കുട്ടി ട്രിപ്പ് വരുന്നുണ്ട്, വൈകാതെ വരും. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോണത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, ഞാനും അരുണും ദ്രോണയും ഗോകുലൊക്കെ കൂടിയാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ അരുണിൻ്റെ വീട്ടിലാണ്. ഇനി നമുക്ക് ചാലക്കുടിയിലേക്ക് പോകണം. അവിടെ നിന്ന് ഒരുമിച്ചാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് പോണത്. പിന്നെ നമുക്ക് സ്റ്റുഡിയോ, വെസ്റ്റ് സൈഡും, മാക്സും, ട്രെൻഡ്സും എല്ലാ കടകളും കയറി ഇറങ്ങി നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം. കിട്ടിയാൽ വാങ്ങിക്കാം, അത്രയേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ സ്റ്റുഡിയോയിൽ കയറും, ചിലപ്പോൾ വെസ്റ്റ് സൈഡിൽ കയറും, എന്നിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എടുക്കില്ല, കാരണം എനിക്ക് ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. പക്ഷെ എനിക്കിപ്പോൾ ആവശ്യം വന്നതുകൊണ്ട് ഇനി ഞാൻ കടയിൽ പോകുമ്പോൾ എനിക്ക് കിട്ടൂല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടി മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി എന്തായാലും ചാലക്കുടി എത്തുമ്പോഴേക്കും ഞാൻ നല്ലോണം വേർക്കും, നല്ല ചൂടല്ലേ. സോ നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ബാക്കി റെഡിയാവാം. അവിടെ നമ്മളെ വെയിറ്റിംഗ് ആണ് അവർ. അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിലെത്തി. നല്ലപോലെ ടൈം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും നമ്മളെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഷോപ്പിങ്ങിന് താമരയും കൂടി വരുന്നുണ്ട്. അപ്പൊ ഇവന് ഇന്നലെ വന്ന് കിടക്കണാണ് കേട്ടോ. ഇവിടെ സ്റ്റേ ആയിരുന്നത്. കൊടുവേലി എന്തുണ്ട്, കൊടുവള്ളി താമര. ഗോകുലും വന്നു, ദ്രോണയും വന്നു, അരുണും വന്നു, രേവട്ടിയും വന്നു. ഇത് അധികം വിളിക്കാതെ വന്നാ ദിതി. മുഖം കാണിക്കണ ആരാണ് നീ? അല്ല, നീ വിളിക്കാതെ വന്നാ ദിതി. ഞാൻ പതിവ് പോലെ തന്നെ കുറച്ച് മിഠായൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കാറി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂടാകനെ പോകും. എനിക്ക് ഫോൺ നോക്കാൻ പറ്റില്ല, ബുക്ക് നോക്കാൻ പറ്റില്ല, ഒന്നും നോക്കാൻ പറ്റില്ല. ക്ലാസ് ഒക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനമാണ്. പക്ഷേ ഇപ്പോൾ പുറത്ത് നല്ല ചൂടല്ലേ, അതുകൊണ്ട് വലിയ സമാധാനമൊന്നുമില്ല. ഞാനും വരണം ഓൾറെഡി വീട്ടിൽ നിന്ന് ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറ് കഴിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇവരാരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അത്താണി അൽഡ്രീമിൽ കയറിയിട്ടുണ്ടായിരുന്നു നോർമൽ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എ സിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നിന്നപ്പോഴേക്കും നമുക്ക് എ സിയിൽ സീറ്റ് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ഇരിക്കാനായിട്ട് പറ്റി. നല്ല തിരക്കുണ്ടായിരുന്നു ആ ഉച്ച സമയത്ത്. നല്ല ചൂടും തിരക്കും, അങ്ങനെ ഒരു അലമ്പ അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ. ഞങ്ങൾ വലിയൊരു ബോട്ടിൽ പെപ്സി വാങ്ങിച്ചു. ആ പെപ്സിയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നാണ്. ചൂട് കാരണം ഇങ്ങനെ കുറേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നാണ് എപ്പോഴും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നേരെ നമ്മൾ പോണത് കാക്കനാടുക്കാണ്. അപ്പോൾ പോണ വഴിയിൽ ഏതെങ്കിലുമൊക്കെ ഷോപ്പ് കാണുകയാണെങ്കിൽ അവിടെയൊക്കെ കയറാമ്പോൾ നല്ലതെന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ എടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോണത്. അങ്ങനെ പോണ വഴിയിൽ തന്നെ നമുക്കൊരു പാൻറ്റലൂൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് ഇവിടെ കയറിയിട്ടില്ല, അതുകൊണ്ട് കളക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു ലിനൻ ബാൻഡ് വേണമായിരുന്നു. അപ്പോൾ അത് നോക്കിയാണ് നടന്നിരുന്നത്. ഞാനും ദ്രോണയും ഞങ്ങളുടേത് സെലക്ട് ചെയ്യുന്ന നേരം കൊണ്ട് അവരുടെ മെൻ സെക്ഷനിലേക്ക് പോയി. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച് വന്ന ഒരു ടൈപ്പ് സാധനങ്ങളൊന്നും, ഡ്രസ്സുകളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കിയിട്ടും ഒന്നും ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല. കാരണം ഞാനിപ്പോൾ എൻ്റെ മാക്സിമം വെയിറ്റ് ഗെയിനിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ലോണം വെയിറ്റ് ഗെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വണ്ണം ഉള്ളത് മോശമാണെന്നല്ല, പക്ഷേ എനിക്ക് എന്നെ വണ്ണം വെച്ച് കാണാൻ വേണ്ടിയിട്ട് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ കോൺഫിഡൻസും ഒക്കെ പോകുന്നൊരു കാര്യമാണ് ഈ വണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും എൻ്റെ വണ്ണം കാരണം എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കാണാൻ തന്നെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, നമ്മൾ എന്തായാലും കുറയ്ക്കും. നല്ല അടിപൊളി ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ബാംഗിൾസും അതുപോലെ ചെയിനും ഇയറിങ്സും ഒക്കെ നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങാൻ സമ്മതിച്ചില്ല അവളെ കൊണ്ട്. കാരണം ഞാൻ മറ്റേ മിസ്റ്റർ DIYയിൽ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ നോക്കി, പക്ഷെ ഒന്നും വാങ്ങിയില്ല. ദ്രോണയ്ക്ക് യെല്ലോ കളർ ഡ്രസ്സ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ ട്രയൽ ചെയ്ത് നോക്കിയപ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു ഭംഗി നമ്മളുടെ ബോഡിക്ക് അത് രസമില്ല. പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഒരു പാൻറ്റും ഈ ഒരു ടോപ്പുകളൊക്കെ ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കി. ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിനും നല്ലത് ഇനി വേറെ ഷോപ്പിലൊക്കെ പോകണമല്ലോ, അവിടെ നിന്ന് കിട്ടുന്നുള്ളൊരു സമാധാനത്തിൽ ഞങ്ങൾ ഇതൊന്നും എടുത്തില്ല. അങ്ങനെ ഒന്നും കിട്ടാത്ത സങ്കടത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് വെസ്റ്റ് സൈഡിലേക്കാണ് കേട്ടോ. പുതിയൊരു വെസ്റ്റ് സൈഡ് കണ്ടിട്ടുണ്ടെന്ന് ദ്രോണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാക്കനാട് വലിയൊരു വെസ്റ്റ് സൈഡ്. അപ്പോൾ അവിടേക്കാണ് പിന്നെ പോയത്. സത്യം പറഞ്ഞാൽ കാണാൻ പോലും ഡ്രസ്സൊന്നും ഇവിടെ വലിയ കാര്യമായിട്ട് ഇഷ്ടമായില്ല കേട്ടോ. അതല്ലെങ്കിൽ അങ്ങനെയാണ്, ആവശ്യത്തിന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടൂല. ഇഷ്ടപ്പെട്ട 2-3 ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ.
എനിക്കാണെങ്കിൽ ട്രയൽ ചെയ്തിട്ട് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിൽ വിചാരിച്ച പോലത്തെ ഡ്രസ്സുകളൊന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ദ്രോണി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോപ്പ് എടുത്ത്, പക്ഷേ അവൾക്ക് അതിന് പാൻറ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വേറെ എവിടെയെങ്കിലും ഷോപ്പിൽ കയറുമ്പോൾ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കളക്ഷൻ ഇല്ല എന്നല്ല, നമുക്ക് ഈ ഒരു ട്രിപ്പിന് പറ്റിയ വൈബുള്ള ഡ്രസ്സുകൾ ഇല്ല എന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് കുറേ അടിപൊളി ഡ്രസ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ വന്നപ്പോൾ ഇവിടെ കുറച്ച് ബാഗുകളും ചെരുപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇത് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളറിലുള്ള ഒരു ബീച്ച് വൈബുള്ള ഒരു ബാഗ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പോലെ. അപ്പം എന്തായാലും ഇത് എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നും ഡ്രസ്സൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല. ഇനി നല്ലത് കിട്ടും എന്ന് വിചാരിച്ച് അടുത്ത കടയിൽ പോയി കഴിഞ്ഞാൽ ഇനി ബാഗും കിട്ടൂല. അതുകൊണ്ട് കണ്ട പാടെ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഈ ഒരു ബാഗ് ഞാൻ എടുത്തു. വെസ്റ്റ് സൈഡിലായിരുന്നു എനിക്ക് കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നത്, പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പോണത് ഫീറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ. ഗൂഗിൾ അത് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗൂഗിളിന് വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഏതാ ആ പച്ചയാ? ഇവിടെയാണെങ്കിൽ അടിപൊളി ഷൂസൊക്കെ ഉണ്ടായിരുന്നു, നല്ല 7A ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ബാഗിൻ്റെ കളക്ഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കുറേ ബാഗുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ഡ്രസ്സിനനുസരിച്ച് ഓരോ ബാഗുകളൊക്കെ വേണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ബാഗ് വാങ്ങിയില്ല, കാരണം ഓൾറെഡി ഞാൻ ഓൺലൈനിൽ അത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ഗൂഗിൾ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും അവിടെ കുറച്ച് ഫ്ലിപ്പൊക്കെ ഇട്ട് നോക്കി. ഫ്ലിപ്പൊക്കെ എനിക്ക് ഇഷ്ടമായി. ഞാനും ദ്രോണയും കുറച്ച് ട്രയലൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ വാങ്ങാൻ വേണ്ടിയിട്ടല്ല, വെറുതെ കാണാൻ വേണ്ടിയിട്ട് നോക്കിയെന്നുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച കളർ അല്ലെങ്കിലും ഞാൻ ഉദ്ദേശിച്ച മോഡൽ കിട്ടിയപ്പോൾ ഞാൻ ഒരെണ്ണം ട്രയൽ ചെയ്ത് നോക്കി. പക്ഷേ സൈസ് സെറ്റ് അല്ലായിരുന്നു. സോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. വേറെ എവിടെയെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും പോകുന്നത് വെസ്റ്റ് സൈഡിലേക്കല്ല, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. സ്റ്റുഡിയോയിലാണെങ്കിൽ ഞാൻ ഈ ഒരു കഫ്താൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രയൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഒരു പാൻറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല കളറായിരുന്നു കേട്ടോ, നല്ലൊരു മജന്ത കളറായിരുന്നു. പക്ഷേ അതെനിക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് ട്രിപ്പിന് വേണ്ടിയിട്ടല്ല, അല്ലാതെ എനിക്കത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ദ്രോണയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു പാൻറ് വേണമെന്ന് അവളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദ്രോണതേ എനിക്ക് പാൻറ് കണ്ടപ്പോഴേക്കും വേഗം കൊണ്ട് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു പാൻറ്റാണ് വേണ്ടത്, ഈ ഒരു ഷെയ്ഡിൽ, ഈ ഒരു കളറിൽ കുറച്ച് ലൂസായിട്ട് കിടക്കുന്ന ഒരു ലിനൻ പാൻറ്റാണ് വേണ്ടത്. സ്റ്റുഡിയോയിൽ അത്യാവശ്യം പാൻറ്റിൻ്റെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എനിക്ക് സൈസ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലതൊക്കെ എനിക്ക് ഇഷ്ടമായില്ല. ദ്രോണതേ ഈ ഒരു നൈറ്റ് ഡ്രസ്സും കൂടിയും സെലക്ട് ചെയ്തു. ദ്രോണയ്ക്കാണെങ്കിലും അവൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എടുത്തു കൂട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടി കയറി. ഞങ്ങൾ ഒരുമിച്ചാണ് കയറി. അപ്പോൾ ഞാൻ ഈ ഒരു മിനി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഈ ടൈപ്പ് ഡ്രസ്സ് മതി എന്നായിരുന്നു കേട്ടോ. കുറച്ച് സ്ലീവൊക്കെ ഉള്ള, കുറച്ച് ഷോർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് വേണമെന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ. ബാക്കി ഇത്രയും പാൻറ്റുകൾ ഞാൻ ട്രയൽ ചെയ്ത് നോക്കി. പക്ഷെ ഇതിൽ ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നമ്മൾ ആ ഒരു പാൻറ് എടുത്തു. അപ്പോൾ ഞങ്ങൾ ട്രയൽ ചെയ്യുന്ന സമയം കൊണ്ട് അവർ മേലയിൽ അവരുടെ സെക്ഷനിലൊക്കെ പോയി നോക്കായിരുന്നു കേട്ടോ. അവർ ട്രയൽ ചെയ്യായിരുന്നു. അരുൺദേ ഇതൊക്കെയാണ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കളക്ഷനൊക്കെ ഉണ്ട്. ബട്ട് എനിക്ക് അങ്ങനെ ഇപ്പോൾ സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല. ബിക്കോസ് നമ്മളിടുന്ന ഡ്രസ്സ് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ചിലപ്പോൾ രണ്ടാളെങ്കിലും മിനിമം ഇട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞാനിടുന്ന ഡ്രസ്സ് വേറൊരാളിട്ട് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സ്റ്റുഡിയോന്ന് ഡ്രസ്സ് എടുക്കൽ കുറവാണ്. ഇത് പിന്നെ നമ്മൾ ട്രിപ്പിന് വേണ്ടിയിട്ടാണല്ലോ, അവിടെ പോകുമ്പോഴും ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഞങ്ങൾ ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കും. പക്ഷേ എനിക്ക് ഇവിടുത്തെ ബ്ലഷൊന്നും എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് ബ്ലഷൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുരു വരും. പിന്നെ ഞാൻ ഇവിടുന്ന് ലിപ്സ്റ്റിക്ക് വാങ്ങാറുണ്ട്. ഇവിടുത്തെ റെഡ് ലിപ്സ്റ്റിക്ക് ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ ഐലൈനറൊക്കെ എഴുതി നോക്കുകയാണ്. ഇതൊന്നും വാങ്ങാനല്ലെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് വെറുതെ ട്രൈ ചെയ്ത് നോക്കൂട്ടാ. ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇവിടെ നിൽക്കും. സുന്ദരിയൊക്കെയോ ഇടി ബ്ലൂ ആണ് രസം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനായപ്പോഴേക്കും റിനി വിനീഷും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവരും കൂടി ഉണ്ട് കേട്ടോ നമ്മളുടെ ഒപ്പം. ഞങ്ങൾ ഒരുമിച്ചാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ച്, അപ്പോൾ സ്റ്റുഡിയോനെ കുറേ കുറ്റം പറഞ്ഞെങ്കിലും കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ അരുണ്ടാണ് കേട്ടോ. എൻ്റെതാകണേ 2 എണ്ണേ ഉള്ളൂ. ഒരു പാൻറ്റും ഒരു ദിവസം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് തൊട്ടടുത്തുള്ള വെസ്റ്റ് സൈഡിലും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെസ്റ്റ് സൈഡിലൊക്കെ ഇങ്ങനെ കയറി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി നടക്കുമ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ലിനൻ പാൻറ് ഇവിടെ ഉണ്ടായിരുന്നു.
പക്ഷേ ഇത്ര കടകളിൽ കയറിയിട്ട് എനിക്കത് കിട്ടിയില്ല. ലാസ്റ്റ് ഞാൻ സ്റ്റുഡിയോ ഒന്ന് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ പാൻറ് കിട്ടിയത്. എന്നാലും ഞാനൊന്ന് ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഉദ്ദേശിച്ച ഈ ഒരു ലിനൻ പാൻ്റാണ് കേട്ടോ. പക്ഷേ എനിക്കത് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നല്ല അടിപൊളി ചെയിനും ഇയറിങ്സും ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മിസ്റ്റർ DIYയിലാണെങ്കിൽ ഇതിന് ബിലോ 50 റുപ്പീസ് ഒക്കെ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് മാത്രമല്ല, അപ്പോൾ ആ ഒരു ക്വാളിറ്റി മതി എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ട്രിപ്പിന് കുറച്ചേ ദിവസങ്ങളുള്ളൂ. അപ്പോൾ ട്രിപ്പ് എങ്ങോട്ടാണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ഡേ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. ഇനിയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നമുക്കിനി നെക്സ്റ്റ് ഒരു വ്ളോഗിലായി കാണാം. ബൈ.